ട്രീറ്റ് ചെയ്യും. ഏത് നായ കടിച്ചാലും പൂച്ച കടിച്ചാലും റാപ്പിഡായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അതിൻ്റെ ആ വൈറസുകൾ അല്ലെങ്കിൽ അതിൻ്റെ തുപ്പലുണ്ടാകുന്ന ആ കോണ്ടാക്ട് നമ്മുടെ മുഴുവായിട്ടുള്ള കോണ്ടാക്റ്റിൽ അവിടെ ആ വൈറസുകൾ കാണും. അത് ഈ 15-20 മിനിറ്റ്സ് സോപ്പ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ 75% ഉള്ളിലേക്ക് പോകാതെ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി 25% ഉള്ളിലേക്ക് പോകുന്നത് നമുക്ക് വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യണം. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ വാഷിങ്ങിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത്. കൊണ്ട് ഒരു 35 അണുക്കളെ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ബാക്കി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ 4 ഡോസ് 5 ഡോസ് വാക്സിൻ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഫസ്റ്റ് എയ്ഡ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റണ്ണിങ് വാട്ടർ തന്നെ 15-20 മിനിറ്റ്സ് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും. അതിനുശേഷം ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടിയേൽക്കുന്ന ചിലപ്പോൾ കാലിലായിരിക്കുന്നില്ല, അവർക്ക് പൊക്കക്കുറവുകൊണ്ട് അവർക്ക് കടിയേൽക്കുന്ന ചിലപ്പോൾ മുഖത്തോ അല്ലെങ്കിൽ തോൾ ഭാഗത്തോ ഒരു നെറ്റിലോ ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യുന്നത്? സാധാരണ വാക്സിൻ മതിയാവുമോ? പോരാ, അതിന് ഇമ്യൂണോഗ്ലോബുലിൻ തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്കുള്ള ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലം ജില്ലാ ആശുപത്രിയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജുമാണ്. ബാക്കി നമ്മൾ ARV വാക്സിൻ എടുക്കാനായിട്ട് ഇവിടുത്തെ നമ്മൾ കൊട്ടിയത്ത് കിംസ് ആയാലും ഹോളിക്രോസ് ആയാലും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെല്ലാം തന്നെ ARV വാക്സിൻസ് അവൈലബിൾ ആണ്. പക്ഷേ ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കാൻ അപ്പർ എക്സ്ട്രീമിറ്റീസിലാണ് നമുക്ക് റൈറ്റ് കിട്ടുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോകേണ്ട പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോ കൊല്ലം ജില്ലാ ആശുപത്രിയിലോ ആണ് കൊണ്ടുപോകുന്നത്. അതെപ്പോഴും നമ്മൾ ഓർമ്മയും വേണം കേട്ടോ. അപ്പം പട്ടികത്തിൽ ആദ്യം ചെയ്യുന്നത് ആ മുറിവ് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റ്സ് റണ്ണിങ് വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഏറ്റവും അടുത്ത ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആരോഗ്യ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി വാക്സിനേഷൻ കൊടുക്കുക. ഇത് നന്നായി ശ്രദ്ധിക്കുക. സ്നേക്ക് ബൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? കടിച്ച ഭാഗത്ത് അധികം ടൈറ്റ് ആവാതെ കിട്ടും. പിന്നെ കടിച്ച ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ടൈറ്റ് കിട്ടുമോ? ഇല്ല, അധികം ഒരു വിരൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ കെട്ടി വെക്കും. പിന്നെ ആ മുറിവ് വലുതാവുമ്പോൾ നമ്മൾ ഏത് കടിച്ച പാമ്പെ നോക്കി നടക്കുമോ? ഏത് പാമ്പാ നോക്കിയാൽ നമ്മൾ വിഷമം അടിവരെ കൊടുക്കാനായിട്ട് നോക്കി നടക്കുമോ? ഇല്ല. പിന്നെ ആൻറ്റിവിനുള്ള ആശുപത്രി ഏതൊക്കെയാണെന്ന് അറിയാമോ? അറിയാം. ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വാട്സാപ്പിലൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ കിംസിലുണ്ടല്ലോ, കിംസിലെ ഹോസ്പിറ്റൽസിൽ കൊണ്ട് നമുക്കിവിടെ കൊട്ടിയതടുത്ത് പിന്നെ ഉള്ള ജില്ലാ ആശുപത്രിയുണ്ട്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജുണ്ട്. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ആൻറ്റിബിയോട്ടിക് താലൂക്ക് ആശുപത്രിയില്ല, ജില്ലാ ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കൊട്ടിയത്ത് നമുക്ക് 2 ആശുപത്രികളുണ്ട്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കിന് പ്രത്യേകിച്ച് നമുക്ക് പാമ്പിനെ പണ്ട് ആൾക്കാരെ അടിച്ചു കൊണ്ട് അതോടെ കൊണ്ടുപോകായിരുന്നു. ഏത് പാമ്പാ കടിച്ചത്? ആൻറ്റിബയോട്ടിക് എല്ലാം ഏത് പാമ്പായാലും ഒന്ന് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷനും വേണ്ട, കടിച്ച പാമ്പാണെന്ന് നോക്കൊന്നും വേണ്ട. അത് ആളുടെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പാമ്പ് കടിച്ചു കഴിയുമ്പോൾ ആളുടെ നമ്മൾ കൂൾ ചെയ്യും. അപ്പോൾ പാമ്പ് ഏറ്റവും അകത്ത് ഭയങ്കര പേടിയായിരിക്കും, മരിച്ചു പോകുമോ അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴും പേടി ഉണ്ടാവും. അയാളെ കൂൾ ഡൗൺ ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റേജ്. ഇതൊന്നുമല്ല, ഇത് നമുക്ക് മെഡിസിനോട്ടൊന്ന് മാറ്റാൻ നമ്മൾ അയാളെ കൂൾ ഡൗൺ ചെയ്ത് കൊണ്ടുപോകുക. പിന്നെ കടിച്ച ഭാഗം കാലാണെങ്കിൽ കാലൊന്ന് ഉയർത്തി വെക്കാൻ പറയും ഇല്ലേ? കടിച്ച ഭാഗം കാലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കാലൊന്ന് ഉയർത്തി വെക്കാൻ, വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ കാലൊന്ന് ഉയർത്തി വെക്കാൻ പറയും. പിന്നെ കടിച്ച ഭാഗം തൊട്ട് മുകളിലായിട്ട് ഒരു കെട്ടിയിടുക. അത് ഒരു വിരൽ കടക്കത്തക്ക രീതിയിലുള്ളത്. ഒത്തിരി ടൈറ്റ് ചെയ്താൽ ബ്ലഡ് സർക്കുലേഷൻ ബ്രേക്ക് ആവും. അത് ആകാത്ത രീതിയിൽ കൊണ്ടുപോകും.